പോകുമ്പോൾ പത്രം കൊടുക്കാനൊക്കെ ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര ചമ്മലായിരുന്നു. ആരെങ്കിലുമൊക്കെ കളിയാക്കുമോ. എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഈ പിള്ളേർ പോകുന്ന വഴിക്ക് ഇവരോട് ചോദിച്ചിട്ടുണ്ട്, പൈസ വേണമെന്ന് ചോദിച്ചിട്ടുണ്ട്, നിങ്ങളൊക്കെ ഇത്ര എഡ്യൂക്കേറ്റഡ് അല്ലേ, എന്നിട്ട് നിങ്ങൾ ഇതുപോലെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി വെറുതെ സമയം മെനക്കെടുത്തുവാണ് എന്നൊക്കെ ഇവരെ ഒരുപാട് പേര് കളിയാക്കിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പം ഇതൊക്കെ കേട്ടപ്പോൾ എനിക്കൊരു ചമ്മലായിരുന്നു. ഇത് കൊടുക്കാനായിട്ടൊരു പേടിയും ചമ്മലും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇത് പത്രം കൊടുക്കാൻ പോയപ്പോഴാണ് ഈ പിള്ളേർ എന്നോട് ഈ സ്വപ്നത്തിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ എനിക്കൊരു വലിയൊരു പോസിറ്റീവ് എനർജി ആയിരുന്നു. ഞാൻ പോയ വഴിയിൽ പുറകിൽ നിന്ന് ആൾക്കാർ വിളിച്ച് ഇത് കൃപാസനത്തിലെ പത്രമാണോ എന്ന് ചോദിച്ച് ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഈ പത്രം വാങ്ങിച്ചിട്ടുണ്ട്. അത് വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ ഞാൻ പിന്നെ എക്സാമിൻ്റെ ഡേറ്റ് എടുത്തു. ജനുവരി 28-നായിരുന്നു OETയുടെ എക്സാം. ഇന്ന് വരെ കിട്ടാത്ത ഒരു അനുഭവമായിരുന്നു എനിക്ക് കിട്ടിയത്. അതായത് 3 പ്രാവശ്യം ഞാൻ എക്സാം എഴുതിയിട്ടുണ്ട്. ആ എക്സാം സെൻറ്ററിലൊന്നും ബിഫോർ എക്സാമിന് ഒരു 2 മിനിറ്റ് പ്രയർ നിങ്ങൾ ചെല്ലിക്കോ എന്നും പറഞ്ഞ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനും ഒരു പെർമിഷൻ ഇതുവരെ തന്നിട്ടില്ല. അങ്ങനെ ഒരു കാര്യം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. പക്ഷേ